ഈ പകല് ശാന്തമായ അന്തരീക്ഷത്തിൽ ചില കാര്യങ്ങൾ വചനത്തിൽ നിന്ന് ചിന്തിക്കാം. ഞാന് വേറൊരു വിഷയം സംസാരിക്കണമെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചൊക്കെ ആയിരുന്നത്. എന്നാല് ബഹുമാനപ്പെട്ട പൊന്നച്ചൻ പാസ്റ്റർ സങ്കീർത്തനം വായിച്ചപ്പോൾ അതിലെ ഒരു വാക്യം ഒന്ന് ഉടക്കി. എന്നാൽ പിന്നെ അതിൽ നിന്ന് രണ്ട് കാര്യം പറയാം. കാരണം ഈ ആശാരിയുടെ പണിക്കുറ്റവും തടിയുടെ വളവും ഉണ്ടെന്ന് പറഞ്ഞതുപോലെ സമയവും അധികമില്ല. ഈ വാക്യം ഉടക്കുകയും ചെയ്തു. വേറൊരു വാക്യം എടുത്താൽ ഏറെ സമയം എടുക്കേണ്ടി വരും. എടുത്താൽ ചിലര് കടന്നു പോകും, ചിലർ ഇരിക്കും. എന്നാലും പിന്നീട് നിങ്ങൾ വരികയില്ല. അയാൾക്ക് വെളിവും സമയവും ബോധമുള്ളവനല്ലെന്ന് അല്ലേലും പറയും. അപ്പൊ അതുകൊണ്ട് അതെല്ലാം കൂടെ കണക്കിലെടുത്ത് അദ്ദേഹം വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം ഉടക്കിയത് കൊണ്ട് ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിച്ച് നമുക്ക് ഇന്ന് പകല് ഈ യോഗം പര്യവസാനിപ്പിക്കാം. 33-ാം സങ്കീർത്തനത്തിന്റെ 17-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭം. മതി. ജയത്തിന് കുതിര. ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, മധ്യാഹ്നത്തോടെടുക്കുന്ന സന്ദർഭത്തിനായിട്ട് സ്തോത്രം. അവിടുത്തെ ജനത്തെ കടാക്ഷിക്കണം. സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണം. തൃക്കാൽക്കലിരുന്ന് തിരുവചനം പ്രാപിച്ചതുപോലെ ഞങ്ങൾക്കും അവസരം നൽകുന്നതിനാൽ സ്തോത്രം. എളിയവനെ ബലപ്പെടുത്തണം. അവിടുത്തെ ജനത്തെ കടാക്ഷിക്കണം. പുത്രനെ മഹത്വപ്പെടുത്തണം. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ കരുത്തനാമവൻ കരത്തിനാൽ പിടിച്ചു വരുന്നതൊന്നു വേദുമേ ഭവിച്ചിടാ. വിരുദ്ധമായി വരുന്നതൊന്നു ഏതുമേ ഭവിച്ചിടാ. ഇതെന്തു ഭാഗ്യം യേശുനാഥനോടു ചേർന്നു ഞാനിതാ. ഇതെന്തു ഭാഗ്യം യേശുനാഥനോടു ചേർന്നു ഞാനിതാ. അതനല്ല ഞാനിനി അനുഗ്രഹാവകാശിയാ. അതനല്ല ഞാനിനി അനുഗ്രഹാവകാശിയാ. നോക്കിയത് ഗുണമായി. ഒന്ന് മതി. ഈ പകലെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്. നിങ്ങളോട് കൂടെ ഈ പകൽ വേളയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഈ വാത്സല്യ ഭവനത്തിൽ ഒന്നിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. ദൈവം കഴിഞ്ഞാൽ അതിന് മുഖാന്തരം ശാമുവേൽ കോശി അവർകളാണ്. വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് നന്ദി ചൊല്ലുന്നു. പുസ്തകത്തിലെ വാക്യവും നന്ദിയുള്ളവരായിട്ടിരിക്കണമെന്ന്. തിരുവല്ലായിൽ ഒരു കൂട്ടായ്മയുണ്ട്, ഹെബ്രോൻ ചർച്ച്. അതിൻ്റെ മെമ്പറും കൂടാണ് മേഴ്സി ഫിലിപ്പും കുടുംബവും. അവർ നാട്ടിൽ വരുമ്പോൾ അവിടാണ് കൂട്ടായ്മയ്ക്ക് വരികയും എല്ലാ കാര്യങ്ങൾക്കും അവർ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു. വളരെ സങ്കടത്തോടെ വേറൊരു വിഷയത്തേക്ക് ബഹുമാനപ്പെട്ട കോശി പാസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അമ്മാമ്മ എല്ലാ മീറ്റിങ്ങിലും വളരെ ഉത്സാഹത്തോടെ, വളരെ തുടുക്കത്തോടെ ആ വീട്ടിലും കൊണ്ടുപോയി ഭക്ഷണമൊക്കെ തന്ന്. അത് കഴിഞ്ഞാണ് അറിഞ്ഞത് കർത്തദാസി
പെട്ടെന്ന് കടന്നുപോയി. ഇടയ്ക്ക് ഞാൻ മൂത്ത മകൻ ബ്ലസ്സിനെ വിളിക്കാറുണ്ട്. അന്നപ്പോൾ ഇന്നലെ ഞാൻ ചോദിച്ചു ഷോൺ എന്ത് എന്ന് ചോദിച്ചു. ആ കർത്തദാസയുടെ മാതാവ് റാന്നിയിലെ ചത്തോങ്കര സഭയുടെ ആരംഭകാല വിശ്വാസിക്കും വളരെ തീക്ഷണതയുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട മാതാവാണ്. അടുത്ത സമയത്ത് ഞാൻ പോയി കുറച്ചു നേരം അമ്മച്ചൊക്കെ ഇരുന്ന് പാട്ടും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ പോകുന്നത്. അപ്പോൾ ആ കർത്തദാസ് കടന്നു പോയതിൽ എനിക്ക് വലിയ സങ്കടമുണ്ടായിരുന്നു. എങ്കിലും ദൈവസന്നിധിയിലോട്ടാണ് അവൻ്റെ ദാസനെ ദൈവം വീണ്ടും ശക്തീകരിക്കട്ടെ. ഇന്ത്യ ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തദാസനായിരുന്നു. അതുകൊണ്ട് ഞാനുമായിട്ട് നാട്ടിലെ കുമളിയിലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പാർത്ത് ശുശ്രൂഷ ചില നാളുകൾക്ക് മുമ്പ് ചെയ്തു. എല്ലാ നല്ല കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. അത് ഉണ്ണിച്ചനെ ദൈവത്തിന് മഹത്വം. അദ്ദേഹത്തിൻ്റെ വീടുമായിട്ടും വളരെ ആത്മീക ബന്ധങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ അളിയനാണ് സാമച്ചന്. ആ സഭയിലാണ് എൻ്റെ ഇളയ പെങ്ങളെ വിവാഹം ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു അടുപ്പവും ഒക്കെ ഉണ്ട്. എല്ലാ നല്ല ആത്മീക ബന്ധങ്ങൾക്കായിട്ട് ദൈവത്തെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇനി മറ്റേ മുഖവരകളൊന്നും പറയുന്നില്ല. ശാന്തമായിട്ട് തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് വളരെ ശാന്തമായിട്ട് ചിന്തിക്കാം. അങ്കമാമ്മ പറഞ്ഞത് പതുക്കെ പറഞ്ഞാൽ മതി എന്ന്. അപ്പോൾ വായിച്ച തിരുവെടുത്ത് ഒന്നുകൂടെ വായിച്ചു. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു. ജയത്തിന് കുതിര വ്യർത്ഥമാ. ഇതാരാ പറഞ്ഞത്? ഹെഡിങ് വായിക്കും. അതിന്റെ പുറകിലത്തെ സങ്കീർത്തനത്തിന് ഒരു സങ്കീർത്തനം എഴുതിയത് ആരാണെന്ന് അതിന്റെ ഹെഡിങ് ഇല്ലെങ്കിൽ അതിന്റെ മുൻപുള്ള സങ്കീർത്തനവും പിൻപുള്ള സങ്കീർത്തനവും എഴുതിയത് ആരാണെന്ന് ചിന്തിക്കണം. അവരായിരിക്കും ഈ നടുക്ക് തലക്കെട്ടില്ലാത്ത സങ്കീർത്തനവും എഴുതിയത് എന്നാണ് വേദപുസ്തകം പഠിക്കുന്ന പ്രസംഗിക്കുന്നവരുടെ അഭിപ്രായം. പണ്ഡിതനെന്നൊന്നും ഞാൻ പറഞ്ഞത് ആരും പണ്ഡിതന്മാരില്ല. ചിലവരുണ്ട് വേദ പണ്ഡിതന്മാർ, ഒരു പൂക്കച്ചോള അറിയാൻ ചുമ്മാ പറഞ്ഞ പണ്ഡിതനെന്ന്. പണ്ട് രാമപുരത്ത് വാര്യർ ഒരു കവിതയില് ഒരു ശ്ലോകം എഴുതി, പട്ടിണി കൊണ്ടുമില്ല പണ്ഡിതന് കുശസ്ഥലി, പട്ടണം കണ്ടപ്പോഴേ വിശപ്പും താപം. പട്ടിണി കൊണ്ട് വലിയ പണ്ഡിതൻ. ഇവിടത്തെ പണ്ഡിതന്മാരെല്ലാം ആത്മീയ ദാരിദ്ര്യം ഉള്ളവരാണ്. ഇവിടെ ആരും പണ്ഡിതന്മാരില്ല. ഞാൻ എൻ്റെ ചെറിയ അനുഭവത്തിൽ നിന്ന് പറയാം. ഈ വേദപുസ്തകം പഠിക്കും തോറും ഒരു കാര്യം, എൻ്റെ കാര്യം അന്ന് നിങ്ങളുടെ എങ്ങനെയാണെന്ന് അറിയാൻ മേല, എൻ്റെ കാര്യം പഠിക്കും തോറും മനസ്സിലാകുന്ന നമുക്കൊന്നും അറിയത്തില്ല. നമുക്കൊന്നും അറിയത്തില്ല. പഠിക്കും തോറും ധ്യാനിക്കും തോറും നമുക്ക് ഏതാണ്ടൊക്കെ അറിയാനും പറഞ്ഞാൽ നമ്മള് ഇതിനകത്ത് വന്നതും ഇപ്പോൾ അതിൻ്റെ ഇരിപ്പുമൊക്കെ കണ്ടാൽ എന്നെ കവിഞ്ഞ് വേറെ ആരും ഇല്ല. ഒരു പൂക്കച്ചോള അറിയാൻ മേല, പ്രാർത്ഥിക്കാൻ അറിയാൻ മേല, പ്രാർത്ഥിച്ച് തുടങ്ങാൻ അറിയാൻ മേല, നിർത്താൻ അറിയാൻ മേല, ചുരുക്കി പ്രാർത്ഥിക്കാൻ അറിയാൻ മേല, നീട്ടി പ്രാർത്ഥിക്കാൻ അറിയാൻ മേല, സന്ദർഭോചിതമായിട്ട് പ്രാർത്ഥിക്കാനും ആ ഇരിപ്പും പോക്കും ഭാവം കണ്ടാൽ നമുക്കെല്ലാം. ഞാൻ അധികം പറയുന്നില്ല, അവിടെ ഇരുന്നാ മതി, എന്നെ ഇരുത്തായിരുന്നാ മതി. അപ്പൊ ശ്രദ്ധിക്കുക, ഈ തിരുവെടുത്ത് പഠിക്കും തോറും ഒരു കാര്യം പിടികിട്ടും, നമുക്കൊന്നും അറിയത്തില്ല. രണ്ടാമത്തെ ഒരു കാര്യം സന്തോഷത്തോടും പ്രത്യാശയോടും പറയട്ടെ, കർത്താവിനോട് സ്നേഹം വർദ്ധിക്കുക. ഓരോ വചനം ഗ്രഹിക്കുമ്പോഴും പഠിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് കർത്താവിനോട് സ്നേഹം. കാരണം ഇതിനൊന്നും നമ്മൾ യോഗ്യരല്ലായിരുന്നു, ഇതിനൊന്നും നമ്മൾ അർഹരല്ലായിരുന്നു. ഒരു കണ്ണിന് പോലെ നമ്മളോട് ദയ തോന്നിയില്ല. എന്നാൽ സ്നേഹം ഇത് കേൾക്കുവാനും ഗ്രഹിക്കാനും പഠിക്കുവാനും അറിയിക്കുവാനും ഒക്കെ ദൈവം നമുക്ക് ഭാഗ്യം നൽകും. ഞാൻ എപ്പോഴും പറയും, നമ്മളെക്കാൾ ജ്ഞാനമുള്ള സൗന്ദര്യമുള്ള കാര്യത്തുള്ള മിടുക്കരായ ദൂതന്മാര് ഈ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിച്ചു, ദൈവം കൊടുത്തില്ല. ജ്ഞാനസമ്പൂർണ്ണനും സൗന്ദര്യ സമ്പൂർണ്ണരും അവിടെ തന്നെ പല രക്തങ്ങളാൽ ഇവരെ നിർമ്മിക്കപ്പെട്ടെന്നൊക്കെ എഗസ്കേൽ 28 നമ്മൾ പഠിക്കുന്നത്. നമ്മളെ പോലെ ഇണുക്ക് തെറ്റിയവരല്ല ദൂതന്മാര്, കരുത്തുള്ളവരാ. നമുക്ക് ഈ കസേര അങ്ങേ കസേരയിലോട്ട് ഇറങ്ങി ഇരിക്കാൻ പറ്റില്ല, കയറി ഇരിക്കാൻ പറഞ്ഞ കസേര ഇട്ട് ഇങ്ങനെ ഇതാ നമ്മുടെ കരുത്ത്. അല്ല, ഞാൻ തമാശ പറഞ്ഞതല്ല.
കുറ്റമല്ലി പറയുന്നത് വയ്യ. എന്നാൽ ദൂതന്മാർ അങ്ങനല്ല. ലൂക്കോസിൽ വായിക്കുന്നത് ശക്തിക്കും ബലമേറിയ ദൈവദൂതനാണ്. ഒരിക്കലും ദൂതനോട് ദൈവം പറഞ്ഞു അശ്വത്പാളയത്തിലോട്ട് പോയിട്ട് വരാൻ. അവനങ്ങോട്ട് ചെന്ന് ഒറ്റയാടി 1,85,000. അപ്പൊ ഇങ്ങനെ ശക്തിയുള്ള ദൂതന്മാർ, ജ്ഞാനസമ്പൂർണരും സൗന്ദര്യസമ്പൂർണരും വിവിധമാകുന്ന രക്തങ്ങളാൽ നിർമ്മിക്കപ്പെട്ട് ശോഭയും പ്രശോഭയുമുള്ള ഈ ദൂതന്മാർ ഈ ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിച്ചു. അത് ഏൽപ്പിച്ചില്ല. ജ്ഞാനമില്ലാതിരുന്ന, സൗന്ദര്യമില്ലാതിരുന്ന, കഴിവില്ലാതിരുന്ന, കരുത്തില്ലാതിരുന്ന എന്റെയും നിങ്ങളെയും ഈ മഹനീയ ശുശ്രൂഷയ്ക്ക് ആക്കി. അതാണ് നമുക്കറിയാം. ദൂതർക്കും കൂടെ അവകാശം ദൈവത്തെ അധികമായി മഹത്വപ്പെടുത്താം. എന്റെ കാരണങ്ങളിതാ. പിന്നെ ഞാൻ എന്നെ ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോൾ ചോദിക്കും ഏത് സഭയാണ്. ഞാൻ സാധാരണഗതി പറയും ഞാൻ പ്രൈവറ്റ് വണ്ടിയല്ല, ടാക്സിയാണ്. പ്രൈവറ്റ് വണ്ടിയുടെ പ്രത്യേകത മുതലാളിയും കൊണ്ട് മാത്രമേ പോകും. മുതലാളി പറയുന്നിടത്ത് പോകും, മുതലാളി പറയുന്നിടത്ത് പാർക്ക് ചെയ്യും, മുതലാളി പറയുമ്പോൾ ഓടിക്കും, മുതലാളി പറയുമ്പോൾ നിർത്തും. ടാക്സി അങ്ങനല്ല. ആരോട്ടം വിളിച്ചാലും പത്രം കേട്ടാൽ മതി. ഓട്ടത്തിന് ആര് വിളിച്ചാലും പോകും. ഓട്ടം ആയിരിക്കണം, കൊണ്ട് വെറുതെ ഇടരുത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മെ ഏൽപ്പിച്ച ദൈവിക ശുശ്രൂഷ ദൈവകരവിൽ ശരണപ്പെട്ട് ചെയ്യുക. അതിന് ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. മുഖവരകൾ അധികമാക്കുന്നില്ല. വായിച്ച തിരുവെടുത്ത് ഞാൻ വേറൊരു വിഷയം പ്രസംഗിക്കണമെന്നൊക്കെ ചിന്തിച്ചു. എങ്കിലും അത് പിന്നീട് ഒരു അവസരം ദൈവം അനുവദിക്കുന്നെങ്കിൽ ആകട്ടെ. അപ്പൊ പൊന്നച്ചായന് സങ്കീർത്തനം വായിച്ച ഈ വാക്യം എന്നെ ഒന്നുകൂടെ ഒന്ന് ഉടക്കി. അതുകൊണ്ട് അത് വായിച്ചു, ഒന്നുകൂടെ വായിച്ചു. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു. ജയത്തിന് കുതിര വ്യർത്ഥം. സാധാരണ ലോകം കണ്ടുപിടിച്ചതും ലോകം അംഗീകരിക്കുന്നത് കുതിരയുടെ പവറാണ്. വണ്ടിക്കൊക്കെ അങ്ങനെ. ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞാൽ തെറ്റും. ഈ വീട്ടിലല്ലേ യോഗം, നിങ്ങൾ തന്നെ പറ. ആയിക്കോട്ടെ, വെറുതെ തെറ്റുന്ന കാര്യം എന്തിനാ നമ്മൾ കയറി കൈകൊണ്ടുന്നത്. അപ്പൊ കുതിരശക്തി അതാണ് എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നത്. വാഹനത്തിനൊക്കെ അങ്ങനെ, മോട്ടറിനൊക്കെ അങ്ങനെ. പറയുക ജയത്തിന് കുതിര വ്യക്തമാണ്. ദൈവമക്കളുടെ ആത്മീയജീവിതത്തില് ജയമെടുക്കേണ്ട വിഷയത്തിന് കുതിര വ്യക്തമാണ്. ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. ദാവീദ് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറഞ്ഞത് ജയത്തിന് കുതിര. ദാവീദ് ഒരിക്കൽ 1600 കുതിരകളുടെ കുതിരമ്പ് കണ്ടിച്ചു. 1600 മൊത്തം 1700, 100 മാറ്റി വെച്ചാൽ 1600 കുതിരയുടെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്. ഭർത്താവാണ്. നിങ്ങൾക്ക് അദ്ദേഹം 2 ചോദ്യം ചോദിച്ചു, ഞാനൊരു ഹോംവർക്ക് തരിക, പിന്നെ എടുത്ത് വായിച്ചാൽ മതി. ഞാനിപ്പോൾ കണ്ടിച്ചത് ചുമ്മാ ഇരിക്കല്ലേ, സ്വോത്രം പറയാറ്. അപ്പം പിന്നെ അതുകൂടെ അങ്ങ് കണ്ടുപിടിച്ചു, അത് ചുമ്മാ ഇരിക്കല്ലേ. അപ്പൊ ജയത്തിന് കുതിര വ്യർത്ഥമാണ്, ദൈവത്തിന് മഹത്വം. ആ ഭാഗത്തേക്ക് ഞാൻ വരാം. എന്നാൽ തിരുവനന്തപുരം പഠിക്കുമ്പോൾ കുതിരയ്ക്ക് ശക്തിയുണ്ട്. 31-19 മുതൽ വായിച്ച സദൃശവാക്യം 31-19 അല്ലേ? അവൾ വിടുതലയ്ക്ക് കൈനീട്ടുന്നു,
അവൾ വിട്ടുതലയ്ക്ക് കൈ നീട്ടുന്നു. കുതിരയ്ക്ക് നീയോ ശക്തി കൊടുക്കുന്നു. അതേത് വാക്യവാ? 39 അല്ലേ? യോബ് ജോബ് ചാപ്റ്റർ 39 39 കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത്. കുതിരയ്ക്ക് ഇവിടെ കുതിരയുടെ വിശേഷതകളാ പറയുന്നത്. കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത്, അതിന്റെ കഴുത്തിന് നീയോ കുഞ്ചിരോമം അണിയിച്ചത്, നിനക്കതിനെ വെട്ടുക്കിളിയെ പോലെ ചാടിക്കാണോ? അതിന്റെ ഹുങ്കാര പ്രതാപം അത് താഴ്വരയിൽ മാന്തി ഊക്കോടെ ഉല്ലസിക്കുന്നു. പിന്നെ അത് ആയുധപാണികളെ എതിർത്തി ചെല്ലുന്നു. ഭയത്തെ പുച്ഛിക്കുന്നു. വാളിനോട് പിൻവാങ്ങി മണ്ടുന്നില്ല. പിന്നെ അതിന് എതിരെ ആവനാഴിയും മിന്നുന്ന കുന്തവും ശൂലവും കിലുകിലിക്കുന്നു. മിന്നുന്ന കുന്തവും ശൂലമൊക്കെ ഇങ്ങനെ കിലുകിലിക്കുന്നു. അടുത്തത് അത് ഉഗ്രതയും കോപവും കൊണ്ട് നിലം വിഴുങ്ങുന്നു. പിന്നെ കാഹളനാദം കേട്ടാൽ അത് അടങ്ങുകയില്ല. അത് ഹാ ഹാ എന്ന് കാഹളനാദം ധ്വനിക്കുന്നതോറും അത് ഹാ 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 എന്ന് ചിരിക്കുന്നു. പിന്നെ പടയും പടനായകന്മാരുടെ മുഴക്കവും ആർപ്പും ദൂരത്തു നിന്ന് മടക്കുന്നു. നിന്റെ വിവേകത്താലോ അവ ചുരുക്കി പറഞ്ഞാൽ ഇത് കുതിരയുടെ വിശേഷങ്ങളാണ്. ഇത് ആയുധമാനുകളെ കണ്ടാ പേടിയൊന്നുമില്ല. മിന്നുന്ന ഉണ്ടോ ശൂരോ ബില്ലും ഒക്കെ ഇട്ട് കിലുകിലിക്കിയാൽ ഇതിന് വിഷയമല്ല. ഇത് ഭയത്തെ പുച്ഛിക്കുന്നു. ഇതാണ് ഇതിന് കുതിരമാണ്. അതെ, ഭാഗമെല്ലാം വിവരിക്കുന്നത് ഇതാണ് കുതിരകളുടെ വിശേഷത. പക്ഷെ തിരുവഴുതൻ പറയുക അങ്ങനെയുള്ള കുതിര ജയത്തിന് നടത്താം എന്ന് കേൾക്കുന്ന ദൈവമക്കളോട് പറയാം. ഇങ്ങനെ കുതിരയും കുതിരപ്പടയുമായിട്ട് കടന്നു വരുമ്പോൾ ദൈവമക്കൾ ഭയപ്പെട്ടു പോകരുത്. ഭയത്തെ പുച്ഛിക്കുന്ന കുന്തവും ശൂലവും ബില്ലും ഒക്കെ കണ്ടാൽ അത് കൂശാതെ അതിനെ പുച്ഛിക്കുന്ന, അവന് കുഞ്ഞിനോമുള്ള ഭയത്തെ അവൻ പേടിക്കാത്ത, അവൻ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഊക്കോടെ ഉല്ലസിച്ച് താഴ്വരകളിൽ മാന്തി എന്ന് അവൻ ചലിക്കുന്ന ഈ കുതിര ജയത്തിന് വ്യർത്ഥമാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ തിരുവചനത്തിൽ ഓർപ്പിച്ച് വേഗത്തില് കൃത്യസമയത്ത് തന്നെ മെസ്സേജ് അവസാനിപ്പിക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ജയത്തിന് കുതിര വ്യർത്ഥമാണ്. ദൈവത്തിന് മതം. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ ദീർഘവർഷം മിസ്രയീമിൽ അടിമകളായി മാറി. ഇവരെ വിടുവിക്കുവാൻ ദൈവത്തിന് തിരുവുള്ളമുണ്ടായി. ഉദ്ധാരകനായിട്ട് ദൈവം മോശയെ തിരഞ്ഞെടുത്തു. മീകാ പ്രവചനം പഠിക്കുമ്പോൾ മോശ മാത്രമല്ല, അഹരോനും മിരിയാമും കൂടെ പോയതാണ്. 3 പേരെ ദൈവം അയച്ചത്. എന്തായാലും കൊള്ളാം, പ്രാരംഭ സമയത്ത് വചനം പറഞ്ഞിട്ടും അത്ഭുതങ്ങൾ ചെയ്തിട്ടും ഫറവോന് മാനസാന്തരമില്ല. ഓരോ ബാധ കഴിയുമ്പോഴും ഫറവോന് ഹൃദയം അങ്ങ് കഠിനം. ബാധ വരുമ്പോൾ പ്രാർത്ഥിക്കും, പ്രാർത്ഥന കഴിയുമ്പോൾ ബാധ മാറും. ഉടനെ ഫറവോന്റെ ഹൃദയം, നിങ്ങൾ ആ പുസ്തകം പഠിച്ചാൽ 6 പ്രാവശ്യം ഫറവോൻ തന്നെത്താൻ ഹൃദയം കഠിനമാക്കി. 6 പ്രാവശ്യം. അപ്പൊ ദൈവം തമ്പുരാൻ 7ാമത്തെ പ്രാവശ്യം ദൈവം കഠിനമാക്കി. ഈ 6 എന്നുള്ളത് ദൈവം തമ്പുരാൻ മനുഷ്യന് കൊടുത്തിരിക്കുന്ന മാനുഷിക സംഖ്യ. അങ്ങേയറ്റത്തെ സമയമാണ് 6 പ്രാവശ്യം. ഒരു വിഷയത്തിൽ 6 പ്രാവശ്യമൊക്കെ തെറ്റി. ഒന്നേ തെറ്റാവൂ, തെറ്റുകയേ ചെയ്യരുത്. അഥവാ ഒന്ന് തെറ്റി ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് അനുദപിച്ച് മടങ്ങി വേണമെന്നുള്ളത് ആ പ്രമാണം. ഇനി പിന്നെയും 6 പ്രാവശ്യം കൊടുത്തു. എന്നിട്ട് മാനസാന്തരം വരുന്നില്ല. അപ്പൊ തമ്പുരാൻ മനസ്സിലായി ഇനി ഇവൻ ഗുണമാകുമെന്ന്. പണ്ട് ശിഖനാഥിയിൽ പറഞ്ഞ പോലെ ഗുണമാകുകയില്ല എന്ന് പ്രസ്താവിച്ചു കൊള്ളുന്നു. ഗുണമാകുകയെന്ന് മനസ്സിലായി. അപ്പോൾ ദൈവം തമ്പുരാൻ 7ാമത് ദൈവം ഇവന്റെ ഹൃദയം കഠിനമാക്കി. എന്റെ കരുത്തിനെ പ്രിയരെ, ദൈവം കഠിനമാക്കിയ പിന്നെ ആയുസ് വിടുതലില്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ ഹൃദയത്തിന്റെ ആണെങ്കിലും വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. 95-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ ഹൃദയം കഠിനമാക്കിയെന്ന അവര് ദൈവത്തോട് മുൻപെടുത്ത് മത്സരിക്കുന്ന 95-10 വായിച്ചേ. 40 എനിക്ക് ആ തലമുറകളുടെ നീരസമുണ്ട്, അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തതെന്നു പറഞ്ഞ് ആരെയാൽ അതിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നില്ലെന്ന് ഞാൻ എന്റെ ഹോമത്തിൽ സത്യം ചെയ്തെന്ന് വായിച്ചേ.
40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം ഉണ്ടായില്ലേ? അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഇവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്ന് തെറ്റിപ്പോകുന്ന ഹൃദയകാഠിന്യമാണ്. ഹൃദയകാഠിന്യം ഈ ഹൃദയത്തിനൊരു അറിവില്ലല്ലോ, മനസ്സറിവില്ലല്ലോ. ഇല്ല, എല്ലാവർക്കും സ്വന്തം കാര്യം ആവശ്യം. തന്റെ കാര്യം അവിടെ നടക്കണം, തന്റെ ഭാര്യയും സുതനും സുഖിക്കണം, അന്യരൊക്കെയും ഖിന്നരായി തീരണം, തന്നെ വന്ന് വണങ്ങിയിടണം ദിനം. എല്ലാവരും സ്വാർത്ഥതയാണ്. ദൈവത്തിന് മഹത്വം. ഈ സ്വാർത്ഥതയകത്ത് കയറിയാൽ ഹൃദയത്തിന് കാഠിന്യം ഉണ്ടാകും. ഹൃദയം കഠിനപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. ഈ വിഷയം പൗലോസ് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10 മുതൽ എടുത്തൊന്ന് പറഞ്ഞല്ലോ, അതോട് ചേർത്തൊന്ന് വായിച്ചു. എബ്രായ ലേഖനം 3:10 മുതൽ. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് ഈരസമുണ്ടായി. അവരെപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയം കഠിനമാണ്. സങ്കീർത്തനം 95:10 തെറ്റിപ്പോകുന്ന ഹൃദയം എന്നാ. എന്നാൽ ഈ വിഷയം പൗലോസിനോട് തെറ്റിപ്പോകുന്ന ഹൃദയമല്ല, എപ്പോഴും വല്ലപ്പോഴും അല്ല, എപ്പോഴും ഒന്ന് തെറ്റുക. ആട്ടെ, ഹൃദയത്തിന് കഠിനത ഉണ്ടാകരുത്. ഭർവം ഹൃദയം കഠിനപ്പെടുത്തി 7 പ്രാവശ്യം കഠിനപ്പെടുത്തിയപ്പോ തമ്പുരാന് മനസ്സിലായി രക്ഷപ്പെടുകയില്ല. 7ാമത് ദൈവം കഠിനപ്പെടുത്തി. ദൈവം കഠിനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കളെ നശിപ്പിക്കുവാനും പദ്ധതി കിട്ടും. 10ാമത്തെ മാതയ്ക്ക് ദൈവം പ്രമാണം കൊടുത്തത് നിങ്ങൾക്കറിയാം, നമുക്കറിയാം. കുഞ്ഞാട് നേരത്ത് ചോരത്തിൽ ചാടിരിക്കണം. യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തിന് നടല നമ്മുടെ പ്രസവ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തു തന്നെ. അങ്ങനെ ഒരു കുഞ്ഞാടിനെ അറുത്ത് ചോരത്തിൽ ആചരിച്ചു. ഒറ്റവാക്കി പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു. ദൈവമക്കളെ പിന്നെ മിസ്രൈമിൽ നിന്നില്ല. ചിലരെ രക്ഷിക്കപ്പെട്ടിട്ട് ഇപ്പോഴും പിന്നെ അവിടെ പെട്ട് കിടക്കുക. നമ്മൾ രക്ഷിക്കപ്പെട്ടു, പിന്നെ കൊച്ചുകുഞ്ഞുദേശ കാലത്ത് രക്ഷിക്കപ്പെട്ടു, ഇപ്പോൾ എവിടെ അവിടെ തന്നെ നിൽക്കുക. അത് രക്ഷയൊന്നുമല്ല. അച്ചാരി രക്ഷിക്കപ്പെട്ടതാണോ? പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യവും എല്ലാ യോഗത്തിലും രക്ഷിക്കപ്പെടുന്ന ആൾക്കാരുണ്ട്. നല്ലതാണ്. രക്ഷാനടപടി നടക്കുന്നത് ഒരൊറ്റ പ്രാവശ്യമാണ്. നമ്മൾ ഒരു പാട്ട് പാടും, പാട്ടിന് അല്പം പെശകുണ്ട്, നമ്മളത് പെശക് നോക്കാറാ പാടുന്നത്. ഇങ്ങനെ കുഞ്ഞാടിന്റെ വിലയേറിയ നീടത്താൽ കുഞ്ഞാടിന്റെ വിലയേറിയ നീടത്താൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെടാതെ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെടാതെ. ചെറിയ പെശകുണ്ട്, നമ്മളാരും അത് ശ്രദ്ധിക്കാറില്ല. ഞാനും പണ്ട് ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ അത് പറഞ്ഞു തന്നപ്പോൾ പിന്നെ ഞാൻ അത് ശരിയായിട്ടാണ് പാടുന്നത്. കുഞ്ഞാടിന്റെ വിലയേറിയ നിന്നതിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട രക്ഷണത്തിൽ. രക്ഷ നടക്കുന്ന ആരെ ക്ഷണം കൊണ്ട്? ഒരു ക്ഷണം പോലും അതിലും ലോകം. ആരെ ക്ഷണം കൊണ്ട് നടക്കുന്നതാ രക്ഷ. ഇനി പാടുകയാണെങ്കിൽ ഇങ്ങനെ പാടുന്നതായിരിക്കും കുറച്ചുകൂടെ. നമ്മുടെ സഹോദരൻ പറഞ്ഞു ശീലിച്ചു പോയി സാറെ സ്ഥലപ്പെടുക. പിന്നെ അങ്ങനെയുള്ളവർ നമ്മുടെ ഇടയിൽ പോകേണ്ടതുകൊണ്ട് പോട്ടെ. അവർ രക്ഷാകരണം പ്രാപിക്കുന്നത് അരനിമിഷം കൊണ്ടാണ്, അരക്ഷണം. അവർ രക്ഷിക്കപ്പെട്ടവര് പിന്നെ മിശ്രയിൽ നിൽക്കുകയാണ്. ഈ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവര് പിന്നെ അവിടെ നിൽക്കത്തില്ല. അവർ പണം വിടണമെന്നുള്ളതില്ല. അതിന് പല കാര്യമുണ്ട്. എല്ലാ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മൾ ചിലരോട് ചോദിക്കും രക്ഷിക്കപ്പെട്ടതാണോ? പിന്നെ എവിടെ? അവിടെ തന്നെ നിൽക്കുന്നത്. അതിന് കുറച്ച് പേരെയും കൂടെ കൂട്ടിക്കൊണ്ട് പണ്ട് കവി പറഞ്ഞു, വളക്കുടിക്കകത്തിരുന്ന് മണത്തിനായി വറുത്തി കൊളുത്തിടുന്നു. നിങ്ങൾ അമേരിക്കയിലായതുകൊണ്ട് നിങ്ങൾക്ക് അത്ര പറഞ്ഞ പിള്ളേർക്ക് അറിയത്തില്ല. പിന്നെ ചിലർക്കറിയാം വളക്കുടി ഏതാണ്. അവിടെ ഇരുന്ന് വെച്ച് പോയവർ ഇവിടെ വന്നിട്ടുണ്ട്. ഉണ്ട്. ഞാൻ പറഞ്ഞത് കോച്ച് പാസ്റ്റൊക്കെ പിടികിട്ട് കാണും. പണ്ട് കാലത്ത് കേരളത്തിലെ എല്ലാ വീട്ടിലും ഒന്നും സെപ്റ്റിക് ടാങ്ക് ഇല്ല. അപ്പൊ പറമ്പും പുരയുടെ ഉള്ളവര് പറമ്പിന്റെ ഒരു കന്യാകോണിലെ ഒരു കുഴി എടുക്കും. രാവിലത്തെ ദിനചര്യയുടെ ഭാഗമായിട്ട് അതിന് അമേദ്യം അല്ലെങ്കിൽ ഉച്ചിഷ്ടം വിസർജ്ജന വസ്തുക്കൾ അവിടെ ആവിക്ഷേപിക്കുന്ന ഒരു കുഴിയാണ്. അതിന് 2 പാലത്തടിയൊക്കെ ഇട്ട് ഒരു മറയൊക്കെ കെട്ടി
കിഴക്കനാട്ടിലാണ് മുരിക്കിന്റെ തടിയായിരുന്നത്, മുരിക്കൻ. പിന്നെ ഓരോ സാഹചര്യം അനുസരിച്ച് നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. ഞങ്ങളെല്ലാം ഞാൻ ഒന്നും പറയുന്നില്ല, വെറുതെ എന്തിനും ആലോചന ഉണ്ടാക്കും. അടുത്ത കാലത്ത് ഒരുത്തനെ കണ്ടതിനകത്ത് വീണ ഒരുത്തനെ, ഇപ്പോഴല്ല അന്നത്തെ കാലം. എന്നോട് പറഞ്ഞു, ഞാൻ പണ്ടതിനകത്ത് വീണ തടി ഒടിഞ്ഞു പോയി, അങ്ങനെ വീണതാണ്. അപ്പം ആ കുടിക്ക് പറയുന്ന വളക്കുഴി എന്നാ, വളക്കുഴി. അപ്പൊ കവിയുടെ ഭാവനയാ, വളക്കുഴിക്കകത്തിരുന്ന് മണത്തിനായി വർത്തി കൊളുത്തിടുന്നു. ആ കുടിക്കകത്ത് ഒരുത്തൻ ഇരിക്കുക, നല്ല കുടി അല്ലല്ലോ. ആ കുടിക്കകത്ത് ഒരുത്തൻ ഇരുന്ന് ദുർഗന്ധം മാറാനായിട്ട് തിരിക സാമ്പ്രാണി കത്തിക്കും. എവിടെ ഇരുന്നാ സാമ്പ്രാണി കത്തിക്കുന്നത്? വളക്കുടിക്കകത്തിരുന്നു. ഈ മണം മാറുമോ? ഇല്ല. ഇരിക്കുന്ന സാധനം ശരിയല്ല. നീ തിരി കത്തിച്ച് നിന്റെ ആയുഷ തീരാമല്ല. മെഴുകേരി കത്തിച്ച് സാമ്പ്രാണി പുകച്ചു ഊതി നിന്റെ ആയുഷ തീരാൻ, നിന്റെ കയ്യിലുള്ള കാശ് തീരും. ഈ മണവും മാറുകയല്ല, നീ ഗുണവും ആകുകയല്ല. ഈ മണം മാറാൻ എന്റെ ഭാഷയിൽ പറയാം, ആ കുഴിയിൽ നിന്ന് കയറി വെള്ളം ഉള്ളത് വൃത്തിയായി കുടിച്ച് പഴയ രീതിയില ഡൈബോയി സോപ്പിട്ട് വേറെ സോപ്പായിരിക്കും അതൊക്കെ ഇട്ട് കുട്ടിക്കൂട പൗഡർ ഒക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് മണത്തിന് ക്ഷമ. അല്ലാതെ കുടിക്കകത്തിരുന്ന് തിരികെത്തിച്ചാലൊന്നും മണം മാറുകയല്ല. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ കുടിക്കാതിരിക്കുക. അതിനെ ഇരിക്കുന്നത് കുറച്ചു പേരും കൂടെ കൊണ്ടുവരാൻ. ശരിയായി രക്ഷിക്കപ്പെട്ടവൻ മിസ്രയീം വിടും. അവന് മിസ്രയീം ഇരിക്കാൻ ഒക്കത്തില്ല. അതെ, അവര് മിസ്രയീം വിട്ടു. അപ്പൊ ഇവര് മിസ്രയീം വിട്ട് മുമ്പോട്ട് യാത്ര ചെയ്യുക. മിസ്രയീമിലെ റമസേസിൽ ഇറങ്ങി. ആബിൽ മാസം 10-ാം തീയതി ആട്ടുകുട്ടിയെ തെരഞ്ഞെടുത്ത് 14-ാം തീയതി സന്ധ്യാസമയം തന്നെ അറുത്ത് അതിന്റെ രക്തം ഒരു കിണ്ണത്തിനെടുത്ത് ഈ സോപ്പ് ചെടികളുടെ കെട്ടെടുത്ത് കിണ്ണത്ത് മുക്ക് കട്ടളക്കാർ രണ്ടിനും കുറുമ്പടിമേന് പുരട്ടി കാലിൽ ചെരുപ്പിട്ട് കയ്യിൽ വടിപിടിച്ച് അരമുറുക്കി കുഞ്ഞാടിനെ തീയിൽ ചുട്ട് കൈപ്പുയിരിയോടുകൂടെ ഭക്ഷിച്ച ദൈവജനം അർദ്ധരാത്രി കഴിഞ്ഞപ്പോ ഇവര് മിസ്രയീം വിട്ട് കനാലിലോട്ട് പോവുക. അങ്ങനെ യാത്ര ചെയ്ത് മുമ്പോട്ട് പോയപ്പോൾ ഈ തിരുവചനം പഠിപ്പിക്കുന്നത് ഇസ്രായേൽ മക്കള് പാട്ടുമൊക്കെ പാടി ജയത്തിന്റെ പാട്ട് പാടിയാ പോലെ. അവിടെ ആ പാട്ട് പാടിയൊന്നും അറിയത്തില്ലെങ്കിലും നമ്മൾ പാടാറുണ്ട്, ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം. ഈ പാട്ടാണോ പാടിയത് എന്ന് എനിക്കിപ്പം പാട്ടുകളെല്ലാം തർക്കവും വിഷയമായി കിടക്കുക. അപ്പൊ അതുകൊണ്ട് പാട്ട് മോഷ്ടിക്കുന്ന ആൾക്കാരുണ്ട്, മോഷ്ടാക്കളുണ്ട്. ആരൊക്കെ എത്തുവാണെന്നും അറിയാൻ പറ്റില്ല. ദൈവം എല്ലാം അറിയുന്നു. ഞാനിതിൻ്റെ 4 വരി എഴുതി, കുറിയാക്കോ 2 വരി എഴുതി, തങ്കമ്മ 3 വരി എഴുതി. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ തർക്കം നടക്കുന്നത്. അപ്പൊ ഒരാൾ ഒരു പാട്ട് പാടി വരുമ്പോൾ ഇത് പുള്ളിയുടെ തന്നെ, എന്റെ പാട്ട് പുള്ളി പണ്ട് അടിച്ചു മാറി. അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ ആരുടെ പാട്ടാണെന്ന് ഇപ്പൊ പറയുന്നില്ല, എനിക്കും പേടിയാണ്. കാരണം ഓരോ ഗ്രൂപ്പുകാരും കയറി വങ്ങായ്ക്ക് പിടിച്ചാൽ ഞാൻ എന്നായിരിക്കും. എനിക്ക് നാട്ടിലോട്ട് തെയ്യാന്ന് വെച്ചാൽ പോകേണ്ടതാണ്. അപ്പൊ എന്തായാലും ഇവര് പാട്ട് പാടി ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരും കൂടാരത്തിൽ. ആ പാട്ടാണോന്ന് എന്നോട് ചോദിക്കരുത്, സന്ദർഭോചിതമായിട്ട് ഞാനങ്ങ് പറഞ്ഞതാ. എന്തായാലും ഇവര് പാട്ട് പാടി ജയത്തിന്റെ പാട്ട് പാടി ഇസ്രായേലും മിസ്രയീം. ഇവര് ജയത്തിന്റെ പാട്ട് പാടി ഇങ്ങോട്ട് പോകുന്നപ്പോ അവിടെ ശവോടക്കിന് ഉള്ള ക്രമീകരണങ്ങള് പാട്ടുകാരെ വിളിച്ചു, പിന്നെ പാട്ട് സെറ്റുകാരെ വിളിച്ചു, പന്തലുകാരെ വീട്. ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് മരിച്ചു കൊടുത്താൽ മതി. ഇവിടെ അങ്ങനെ ബാക്കി എല്ലാവരും നമ്മളൊന്ന് കത്ത് കൊടുത്താൽ മതി. പന്തല്, വീഡിയോ, പാട്ട് സെറ്റ്, മൈക്ക്, വണ്ടി എല്ലാം അങ്ങനെ ഉണ്ട്. അപ്പൊ അത് നല്ലൊരു ഇടപാടാണ്. വീട്ടുകാർക്ക് വലിയ അല്ലല്ലോ. നമ്മുടെ ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങി അതിന്റെ മുന്നിൽ ഇരുന്നാൽ മതി. ഇടയ്ക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് മുത്തിയാലും മതി. അതില് എല്ലാം ബിസിനസ് അല്ലേ. ആട്ടെ, ഇവര് ജയത്തിന്റെ പാട്ട് പാടി പുറപ്പെട്ടപ്പോൾ ഇസ്രായേൽ മക്കള് ജയത്തോടെ വന്നപ്പോൾ മറ്റവര് ശവോടത്തിൽ ഇറങ്ങിയിരിക്കുക. സംഖ്യാപുസ്തകം 33-ാം അധ്യായത്തിന്റെ 2-3 വാക്യത്തിലുണ്ടല്ലോ. ഒന്ന് വായിച്ചോ, ഒന്ന് പെട്ടെന്ന് വായിച്ചോ, ഓടിച്ചു വായിച്ചോ.
Psalms 33, സന്ധ്യ നമ്പേഴ്സ് അതൊക്കെ എനിക്കറിയാം. verse 2. മോശ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ പ്രയാണത്തിൽ അവരുടെ താവളങ്ങൾ എഴുതി വെച്ചു. താവളമായി അവർ ചെയ്ത പ്രയാണങ്ങളാവില്ല. 3-ാം മാസം 15-ാം തീയതി അവർ രമസേസിൽ നിന്ന് പുറപ്പെട്ടു. 3-ാം മാസം 15-ാം തീയതി രമസേസിൽ നിന്നവര് പുറപ്പെട്ടു. പെസഹ കഴിഞ്ഞ പിറ്റന്നാൾ ഇസ്രായേൽ മക്കൾ എല്ലാം മിസ്രയീമിലും കാൺകെ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. മിസ്രയീമ്യരോ യഹോവ തങ്ങളുടെ ഇടയിൽ സംഭരിച്ച കടിഞ്ഞൂലുകളെല്ലാം കുഴിച്ചിടുകയാണ്. ശവസംസ്കാരോ ഇപ്പൊ ആണ് ജയത്തിന്റെ ഭാഗം. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം. ദൈവത്തെ പഠിക്കുന്ന വ്യക്തിയാണെങ്കിലും ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിലും ദൈവത്തെ ഉണ്മയോടെ ആരാധിക്കുന്ന വ്യത്യാസമുണ്ട്. വ്യത്യാസം ദൈവം വരുത്തും. ജയത്തിന്റെ നാട്ടുപാടി പോകുമ്പോൾ അവരെ ഞാന് വേഗത്തിൽ അങ്ങ് പറഞ്ഞു ജയത്തിന് കുതിര കർത്തവാ. ഇവര് യഹോവയോടൊക്കെ പെട്ടെന്ന് ക്രമീകരിച്ചേ ഫറവോന് മനസ്സിലായി ജനം വിട്ടുപോവുക. അപ്പൊ ഇവർ പെട്ടെന്ന് കുതിരയും കുതിരപ്പടയുമായിട്ട് ഇസ്രായേൽ മക്കളെ പിന്തുടരുകയാണ്. 14:6-7 പുറപ്പാട് 14:6-7. Exodus chapter 14 verse 6-7. പടജനത്തെയും വിശേഷപ്പെട്ട 600 രഥങ്ങളെയും ഇസ്രായേലിലെ പിന്നെ അവൻ രഥം കെട്ടിച്ച് പടജനത്തെയും വിശേഷപ്പെട്ട 600 രഥങ്ങളെയും ഇത് ഫറവോന്റെ രഥങ്ങളാ. ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന കുതിര മിസ്രയീമിലെ കുതിരയാ. ഏറ്റവും കേമപ്പെട്ട കുതിര മിസ്രയീമിൽ. അതുകൊണ്ട് ആവർത്തനത്തിൽ പ്രമാണം കൊടുത്ത് പറഞ്ഞു നീ കുതിരയെ സമ്പാദിക്കാൻ മിസ്രയീം പോകരുത്. 3-ാമത്തെ രാജാവ് കുതിരയെ സമ്പാദിച്ചു, മിസ്രയീമിൽ നിന്ന് വെള്ളിനെ എടുത്തു. കുതിര മാത്രം കുതിരയാന്നെ പിന്നെ കുതിര പോലെ കുറെ പെണ്ണുങ്ങളും എല്ലാം ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. കാരണം ആകെ 5-6 ഗോത്രം വന്ന സഹോദരിമാർ ആ വഴി അടയ്ക്കുന്നില്ല. ആരോഗ്യം ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ മിസ്രയീമിലെ കുതിരകള് സാധാരണ കുതിര പോലല്ല, അതിൽ പെൺകുതിര. ഇങ്ങനെ സെലക്റ്റഡായ മിസ്രയീമിലെ കുതിരകളെ 600 ഇരുമ്പ് രഥങ്ങള് അതിനെ അമിച്ചു കെട്ടി ഫറവോൻ ഇസ്രായേലിന്റെ പുറകെ പിന്തുടരുക. ഇവൻ വരുമ്പോ പറയുന്ന പറയുന്നത് ഇങ്ങനെ 15:9 വായിച്ചോ. ഫറവോൻ എന്താ പറഞ്ഞോണ്ടാവുന്നത്? 15:9 ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ളാമെങ്കിലും എന്റെ ആശയവരെ പൂർത്തിയാക്കും. പിന്നെ ഞാൻ എന്റെ വാളൂരുവന്റെ കൈകളെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു. ഫറവോൻ ഇത് പറഞ്ഞോണ്ടാ വരുന്നത്. സെലക്ട് ചെയ്ത 100 രഥങ്ങളും കുതിരകളുമായിട്ട് അണിച്ചു കയറ്റിയ കുതിരപ്പടയുമായി ഇവൻ വേർപെട്ട ദൈവമക്കളെ ചോരത്തിനെ ആദരിച്ച് ദൈവത്തെ ഭരിക്കുന്ന കൈപ്പുചീരയും മുളിപ്പില്ലാത്ത അപ്പവും കൂട്ടിപ്പിടിച്ച് തീയെ ഈ കാഴ്ച കണ്ടാൽ ഒരുമാതിരിപ്പെട്ടവര് പേടിക്കും, ഒരുമാതിരിപ്പെട്ടവര് ഭയം ഉണ്ടാകും. പക്ഷേ പ്രമാണം പറയുക ജയത്തിന് കുതിര വർത്തമാണ്. വായി വരുന്ന കുതിരയും കുതിരപ്പടയും നിന്റെ പിന്നാലെ കുതിരപ്പട വരുന്നുണ്ട്. പക്ഷേ ജയത്തിന് കുതിര വിശദീകരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. വേറെ വാക്യങ്ങളെ ചേർത്ത് ഓർക്കണം, വേറെ പാട്ടുണ്ട്, പാട്ടിനിടെ ചേർക്കണം. അതിനൊന്നും മുതിരുന്നില്ല. ദൈവത്തിന് മഹത്വം. പ്രത്യേക കാര്യം പറഞ്ഞ് നിർത്തുക. ദൈവത്തിന് മഹത്വം. ഇങ്ങനെ പിന്നാലെ പടവരുതാൻ വന്നപ്പോ തമ്പുരാനൊരു പരിപാടി ചെയ്തു. ഇസ്രായേൽ മക്കള് ചെങ്കട തീരത്ത് വന്നു. മുമ്പിൽ ചെങ്കട വിശ്വം പർവ്വതം, രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പറ പർവ്വതം, മുമ്പിൽ ചെങ്കട. പുറകോട്ട് നോക്കിയപ്പോ ശബ്ദം കേൾക്കാം. നോക്കിയപ്പോ ഫറവോന്റെ രഥത്തിന്റെ കൊടിക്കൂട കാണാം. എന്റെ ഭാഷയിൽ പറഞ്ഞ ഫറവോന്റെ രഥത്തിന്റെ കൊടിക്കൂട കണ്ട് ഇവര് പേടിച്ചു. അപ്പൊ ജനം പറഞ്ഞു ആണ്ട് കുതിരയും കുതിരപ്പടയായിട്ട് വരുന്നെന്ന്. കുതിരയും കുതിരപ്പടയായിട്ട് വരുന്നു. അപ്പൊ ജനം എല്ലാം കൂടെ പിറുപിടുത്തു വെച്ച് പറഞ്ഞു അവിടെ വെച്ച് യാതൊരു നല്ലതായി പറഞ്ഞത് നല്ല ചിന്തയിൽ പോലും ഇല്ല. പറഞ്ഞു
തോന്നുന്നില്ല. അതൊക്കെ പറഞ്ഞു. ചങ്ങാടം ഉണ്ടായിരുന്ന 5 പേരെങ്കിലും അക്കരയ്ക്ക് നമ്മുടെ ആൾക്കാർ അഭിപ്രായം പറയാൻ ഇതുപോലെ വിടില്ലേ. ഒന്ന് എടുത്ത് ചോദിച്ചു ജോർജാന് പകയ്ക്കാൻ അറിയാവും. ഇതുപോലെ അഭിപ്രായം പറയും. ഇനി നാണക്കേടാണല്ലോ. ഒരെണ്ണം പോലും അവൻ ചെന്നില്ലെന്ന് പറഞ്ഞാൽ ഇതൊക്കെ അഭിപ്രായം. മോശ ഇതിൻ്റെ നടുവില് ദൈവത്തോടെ പറഞ്ഞു, തമ്പുരാൻ മോശോട് വന്നിട്ട് അവനോടെല്ലാം മിണ്ടാതിരിക്കാൻ പറ. ഈ വിശ്വാസം പ്രത്യാശയില്ലാത്തവൻ ഈ ഒരു കാര്യം ചെയ്യണം. വാടിയെടുത്ത് ചെങ്കടലിൽ മുട്ടണം. വാടിയെടുത്ത് ഞാൻ വിശദീകരിക്കുന്നില്ല. മോശ വാടിയെടുത്ത് ചെങ്കടലുമേ നീട്ടി. ഈ ദർശനമില്ലാത്തവൻ ഗുണപ്പെടാത്തവൻ സമ്മിശ്രജാതി ഉണ്ടായിരുന്നല്ലോ. ഇസ്രയേലാണോ അതുമല്ല ഇസ്രയേലിലാണോ? അതാ ഇപ്പൊ പെന്തിക്കോസ് കൂടുതൽ സമ്മിശ്രജാതിയാണ്. പ്യൂർ പെന്തിക്കോസാണോ അതുമല്ല എന്നാ സമുദായമാണോ? അത് പണ്ട് VA പറഞ്ഞായിരുന്നു. കിണറാണോ അതുമല്ല കുളമാണോ അതുമല്ല കൊളറ. കിണറുമല്ല കുളമല്ല കൊളറ. അപ്പൊ അതാ ഇപ്പം വന്നിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞ ഗുണം പിടിക്കാത്തവൻ മിണ്ടാതിരിക്കാൻ പറ. നീ വടിയെടുത്ത് നീട്ടോ. ജയത്തിന് കുതിര വർഷമാണ്. മോശം വടിയെടുത്ത് നീട്ടി. ഞാനോ നിങ്ങളോ അല്ലെ ഗുണം പിടിക്കാത്തവർ അതിനകത്തുണ്ടായിരുന്നു പറയുന്നു. ഇത്രയോ പ്രതിസന്ധി അയാൾ പിന്നെയും കമ്പ് നീട്ടിക്കൊണ്ട് നിൽക്കുക. നമ്മൾ അഭിപ്രായം പറയും. ഒന്ന് ഒരുത്തം പറഞ്ഞ അല്ലെങ്കിൽ ഇയാൾക്ക് എന്നാ പറഞ്ഞാലും കമ്പ് നീട്ടുള്ളതാണ്. ഒന്ന് ഒരുത്തം പറഞ്ഞാൽ കമ്പ് നീട്ടി അയാൾ തലയടിച്ച് ഇതൊക്കെ നമ്മളാണ് ഇങ്ങനൊന്നും അല്ല പറയുന്നത്. നമ്മൾ പറയുന്നത് ഇപ്പൊ പൊതുവെ പറയാൻ പോലും ദൈവത്തിന് മഹത്വം. മോശവാടിയെടുത്ത് ചെങ്കടലുമേ നീട്ടി. ഈ ദർശനമില്ലാത്തവൻ നോക്കുമ്പോൾ ഒരു കിളവൻ, എന്റെ ഭാഷയാണ്, ഒരു കിളവൻ ഉണക്കക്കമ്പും പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നു. പക്ഷേ ദർശനമുള്ളവൻ കണ്ടതെന്നാണെന്നറിയോ? മോശ വടിയെടുത്ത് ചെങ്കടലുമേ നീട്ടിയപ്പോൾ മോശയുടെ വലങ്കയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജം വന്നു. നിങ്ങൾ 63:12 വായിച്ച യെശയ്യാ പ്രവചനം 63:12 വായിച്ച വേഗത്തിൽ. യെശയ്യാ 63:12 പെട്ടെന്ന് 63:12 പെട്ടെന്ന്. ഐസായ 63:12 തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി. മോശ വടിയെടുത്ത് ചെങ്കടലിനെ നീട്ടിയപ്പോൾ ദർശനമില്ലാത്തവനും വെളിപ്പാടില്ലാത്തവനും ഗുണം പിടിക്കാത്തവൻ പറഞ്ഞു കിളവനാണ് ഉണക്കമ്പ് പിടിച്ചോണ്ട് നിൽക്കുന്നത്. എന്നാൽ ദർശനമുള്ളവൻ മോശ വലങ്കയെടുത്ത് ഇങ്ങനെ ആ വടിയെടുത്ത് നിൽക്കുമ്പോൾ മോശയുടെ വലങ്കയുടെ മീതെ മഹത്വമുള്ള ഭുജം. സഭയ്ക്കകത്ത് പ്രാർത്ഥിക്കാൻ മതി. അവരെ അരവചെടുത്തപ്പോൾ അവരുടെ കരത്തിന് നീര് ദൈവത്തിന്റെ മഹത്വം. അന്ന് രാത്രി ദൈവം ഒരു കാറ്റടച്ചു. ആ കാറ്റിനെ പറ്റി പുസ്തകത്തിൽ ഉഷ്ണക്കാറ്റ്, ഈ വേറെ പുസ്തകത്തിൽ പല കാറ്റുകളും, ഉഷ്ണക്കാറ്റ്, പെരുങ്കാറ്റ്, കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, തെന്നിക്കാറ്റ്, വടക്കാറ്റ്, തെക്കൻ കാറ്റ്, മന്ദമാരുതന്, അതുപോലെ തന്നെ ഈശാന, പല കാറ്റുകൾ പുസ്തകത്തിലുണ്ട്. ദൈവത്തിന്റെ മഹത്വം. ഈ കാറ്റെന്താന്ന് ചോദിച്ചാൽ വേറൊരു വാക്യം കൂടെ ചേർത്ത് പറഞ്ഞാൽ കാറ്റുകൾ ദൈവത്തിന്റെ ദൂതന്മാരാണ്. ചില പ്രത്യേക സന്ദർഭത്തിൽ അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിയാളികളെ തന്റെ. അങ്ങനെയെങ്കിൽ മോശം അങ്ങനെ ഇങ്ങനെ വടിയെടുത്ത് നീട്ടിയപ്പോൾ ചെങ്കടൽ ഇങ്ങനെ വായും പിളർന്ന് തമ്പുരാന്റെ ദൂതനോട് പറഞ്ഞു താഴോട്ട് ചെന്ന് ഒരു അടി കൊടുക്കാൻ പറഞ്ഞു. ദൂതൻ ഇങ്ങോട്ട് വന്ന് ചെങ്കടലിനോട്ടൊരു ഒറ്റയടി. ഒരടി എടുത്തപ്പോ ചെങ്കടല് 7 കൈവഴിയായി ചതറി. 7 കൈവഴി ജയത്തിന് കുതിര വർത്തമാണ്. വാക്യങ്ങളെല്ലാം എടുപ്പിക്കുന്നില്ല. 13:15 ഒന്ന് വായിച്ചേ. യെശയ്യാവ് 13:15 വായിച്ചേ. എല്ലാ വാക്യോടെ കണ്ടു കിട്ടുന്നവനെയൊക്കെയും കുത്തിക്കൊല്ലും. 13:15 യഹോവ മിസ്രയീം കടലിന്റെ ഉഷ്ണക്കാറ്റോടുകൂടെ നദിയുടെ മേലെ കൈ ഓങ്ങി അതിനെ അടിച്ച് 7 കൈവഴിയായി ചവറിച്ച് ചെരുപ്പ് പറയാതെ മറികട
സ്തോത്രം. അമ്മേ. ദൈവം 100 പറഞ്ഞ ഒറ്റ അടി അടിക്കും. 3 ഒറ്റ അടി അടിച്ചപ്പോൾ വായും തുടങ്ങുന്ന ചെങ്കൽ രഹമാണെന്നാ പറയുന്നത്. അത് കേട്ടില്ല. ഒറ്റ അടി അടിച്ചപ്പോൾ 7 കഴിവടിയാച്ചത് ചെരുപ്പ് തന്നെയാണ് മറുകര. ശാല എണ്ണത്തിന് ഈ പൂഴി പറന്നെന്നാ പറയുന്നത്. ഇവര് പോയപ്പോഴേ പൂഴി എന്ന് പറഞ്ഞ വെള്ളത്തിന്റെ നനവ് പോലും ഇല്ല. അത് ദൈവം അങ്ങനെ ചെയ്തതാ. ദൈവത്തിന് ഇവരെല്ലാം നന്നായിട്ട് നമ്മളെയൊക്കെ അതിന്റെ അങ്ങനെ കൊടുത്തെന്ന് ചോദിച്ചാൽ ചെറുതായിട്ടൊന്ന് വെള്ളം പറ്റിച്ച് അങ്ങോട്ട് പോകുമ്പം നനവുണ്ട് ഇവന്മാർ അക്കരെ പോവുകയല്ല. ഇവർ പറയും ജോർജ നമുക്ക് ഇവിടുത്തെ ബിസിനസ് തുടങ്ങാം. ഇഷ്ടിക എബനേസർ ഹോളോ ബ്രിക്സ് ബിസിനസ് അല്ലേ മുഴുവൻ. ഒരു പേര് വിടും എബനേസർ ആകുമ്പോ നല്ല പേരല്ലേ. പേര് ദിവസത്തില് എബനേസർ കുറഞ്ഞ വിലക്ക് എന്തോ അപ്പൊ ചുരുക്കി പറഞ്ഞ ദൈവത്തിന് നമ്മളെല്ലാം നല്ലതുപോലെ അറിയാം. തമ്മിലറിയാൻ വെള്ളത്തിന്റെ നനവുണ്ടെങ്കിൽ ഇവന്മാർ അക്കരെ പോകുകയല്ല. പയ്യ അവിടെ കുഴക്കാൻ ഇവന്മാര് കുഴക്കാൻ പിടിക്കല. കുഴക്കാനായിട്ട് നന്നായിട്ട് കുഴക്കുന്നില്ല. ആരെ കിട്ടിയാലും കുഴക്കി, ഏത് വിഷയം കിട്ടിയാലും നന്നായിട്ട് കുഴക്കും. ചോർന്ന് വന്നിരിക്കുന്ന എല്ലാവരും ഒന്നും നല്ല ഉദ്ദേശത്തില്ല. കുഴക്കേസുകളുണ്ട്. കുഴയ്ക്ക് വന്നിട്ട് വിഷയം കൊടുത്ത് കുഴയ്ക്കും. തമ്പുരാനും എന്നെ നിങ്ങളെ നല്ലതുപോലെ പൂഴി പറത്തി പറഞ്ഞു. ഇസ്നോഫീലിയ ഉണ്ട് നമുക്ക് പെട്ടെന്ന് അക്കരെ. അപ്പൊ ചില ഇസ്നോഫീലിയ വരുന്നത് നല്ലതാണ്. ചില ഉമ്മിട്ടോ ശ്വാസമുട്ടലൊക്കെ വരുന്നത്, ചില രോഗമൊക്കെ വരുന്നത് നല്ലതാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞ കഷ്ടത്തിലായി എനിക്ക് ചില ശോധനകളും ചില പ്രതികൂലങ്ങളും ചില പ്രതിസന്ധികളും വരുന്നത് ദോഷത്തിനല്ല, നിങ്ങൾ എനിക്ക് ദോഷം തിരിച്ചു. പക്ഷെ എന്റെ ദൈവം എനിക്ക് ഗുണമാറ്റി തീർക്കും. ചില ദോഷങ്ങളെ ദൈവം നമുക്ക് ഗുണമാറ്റി തീർക്കും. എന്തിനേറെ അക്കരെ കയറിയപ്പം തിരിച്ചു കൈ നീട്ടിയപ്പോൾ വെള്ളം വന്ന് മൂടി. അവൻ പാന് വന്ന് 600 ഇരുമ്പരഥങ്ങളും അസംഖ്യം ജനത്തെ തമ്പുരാൻ ഈയന്താഴ്ത്തും പോലെ താഴ്ത്തി. 15-ാം അധ്യായം 15-1 എക്സോഡസ് 15:1. മോശെ ഇസ്രായേൽ മക്കൾ വന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയത് ഞാൻ യഹോവയ്ക്ക് പാട്ട് പാടും. അവൻ മഹോന്നതൻ. കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും കടലിൽ തള്ളി. ശത്രുവിന്റെ കൈ ദൈവം കൊടുക്കത്തില്ല. ഇതിനോട് ബന്ധപ്പെട്ട് വേറെ വാക്യങ്ങളും ചേർത്ത് കോർത്തിണക്കി ഞാൻ പ്രസംഗിക്കുന്നത് വാക്യം വായിച്ചൊക്കെ നിർത്തിയേക്കാൻ പ്രസംഗിക്കുന്നില്ല. നിങ്ങൾ വചനത്തിലൊക്കെ തിട്ടമുള്ളവരും താല്പര്യമുള്ളവരുള്ളത് കൊണ്ട് 5:22 വായിച്ചോ. ന്യായാധിപന്മാര് 5:22 അറിവുള്ള വാക്യമായിരുന്നു. അഞ്ചിന്റെ 22 അന്ന് വൽഗിതത്താൽ ശൂരവൽഗിതത്താൽ മതി, അത് ഞാൻ പ്രസംഗിക്കുന്നില്ല. അന്ന് വൽഗിതത്താൽ ശൂരവൽഗിതത്താൽ അയ്യോ 900 ഇരുമ്പുരഥമായിട്ട് വന്നവനാ സീസര. 900 ഇരുമ്പുരഥം. പക്ഷേ ദൈവം തമ്പുരാൻ പരിപാടി അങ്ങോട്ട് ചെയ്തു. ജയത്തിന് കുതിര വർത്തമാണ്. ഇവൻ എവിടെ പോയാലും 900 ഇരുമ്പുരഥമായിട്ടാ ചെന്ന് പേടിപ്പിക്കുക ആൾക്കാരെ. അപ്പൊ ആൾക്കാർ പറയും അമേരിക്കയിൽ ഇതുപോലൊരു പുള്ളി 900 വരുന്നവരെല്ലാം പുള്ളിയെ കണ്ട് 900 ഉള്ളതല്ലേ ഇവൻ. അങ്ങനെ ദൈവജനത്തിനെതിരെ വന്നപ്പോ തമ്പുരാൻ ലപ്പീദോത്തിന്റെ ഭാര്യ ദെബോരയെ ഉപയോഗിച്ചു. കൂടെ ബാരാക്ക്, അന്ന് ഞാൻ വിവരിക്കുന്നില്ല, ബാരാക്കിനെ കൂടെ കൂട്ടി. ചുരുക്കി പറയാൻ നഫ്താലിയുടെ ശെബൂലൂന്റെ 10,000 പേരുമായിട്ട് താബോർമലയുടെ മുകളിൽ ഇവർ കയറി ദൈവത്തെ ആരാധിച്ചു. ദൈവത്തെ അങ്ങോട്ട് ആരാധിച്ചപ്പോൾ തമ്പുരാൻ സ്വർഗത്തിന് ദൂതനെ അങ്ങോട്ടാണ്. ദൂതൻ അങ്ങോട്ട് വന്ന് കുതിരയുടെ കുതിരമ്പ് വെട്ടി. കുതിര ചാടി, അതാ വൽഗിതം. കുതിര ചാടി കുതിരയുടെ കുളമ്പ് വെട്ടി തകർത്ത് ആ 900 ഇരുമ്പുരഥമായിട്ട് ആ വലിയ പ്രകസനം കാണിച്ചവൻ അവസാനം അതിൽ നിന്നിറങ്ങി ഓടേണ്ട ഗതികേട് വന്നു.
ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, അതിൽ നന്നായിട്ട് പ്രസംഗിക്കേണ്ട ഭാഗങ്ങളാണ്. ജയത്തിന് കുതിര വർത്തണം. ഒന്ന്, നീ പ്രമാണത്തിൽ നിന്നാൽ നിനക്ക് ജയം. രണ്ട്, നീ ആരാധിച്ചാൽ നിനക്ക് ജയം. ജയത്തിന് കുതിര വർത്തണം. ചില രഥങ്ങളിലും ചില കുതിരകളിലും ഞങ്ങളോ ഞങ്ങളുടെ ദൈവമാകന്റെ കർത്താവ് വാക്യമുണ്ട്. ആണ് സ്വന്തം കുതിരയെ ചമയിച്ച് ഒരുക്കുന്നുണ്ട് യുദ്ധത്തിന്, പക്ഷേ ജയമോ യഹോവയാണ്. അവൻ പ്രസാദിക്കുന്നില്ലെന്ന്, അവൻ ഇഷ്ടമില്ല. നമ്മുടെ ദൈവം ദൈവത്തിന് ദൈവമുണ്ട്. അവൻ നടത്തുന്നൊരു ദൈവമുണ്ട്. കൃത്യം 12.